ഹേ ഗായ്സ്, ഞാൻ കുറേ നേരം കൊണ്ട് ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ എൻ്റെ ഇൻട്രോ റെഡി ആകുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇനിയിപ്പോൾ ഇൻട്രോ എടുക്കണ്ടെന്ന് വിചാരിച്ച്. കാരണം ഒരുപാട് നാളായി ഞാൻ വ്ളോഗ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ വ്ളോഗ് എന്താ പറയുക, ഒരു 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 മൂവിങ്ങിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ അങ്ങനെ പോകാനാവും. പക്ഷേ അതൊന്ന് നിർത്തിയിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് പണിയുള്ള കാര്യമാണ് ഗൈസ്. നമുക്ക് ആ ഒരു സാധനം ഇങ്ങനെ വരൂല കേട്ടോ. ഇത് വ്ളോഗ് കാണുന്നവർ വിചാരിക്കും ഇത്ര വലിയ പണിയാണ്, പക്ഷെ ആണ് ശരിക്കും. ഈ ഒരു ടച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് എത്താൻ കുറച്ച് പണിയാണ്. സോ ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഷോപ്പിലാണ് ഉള്ളത്. ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഷോപ്പിലാണെന്ന്. പിന്നെ ഞാൻ കറങ്ങുന്ന കസാരയിൽ ഇരുന്ന് ഇങ്ങനെ കറങ്ങുകയാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്നത്തെ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാൻ ഞാൻ കുറേ നേരം വീഡിയോ എടുത്ത് ചടച്ചിട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേ നേരം കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ്. പക്ഷെ കസ്റ്റമർ ഇങ്ങനെ വരും. ഓരോ വീഡിയോൻ്റെ ഇൻട്രോ തുടങ്ങുമ്പോഴത്തേക്ക് കസ്റ്റമർ വരും. അപ്പോൾ പിന്നെ അതവിടെ നിർത്തും. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അടുത്ത് വരും. അങ്ങനെയായിട്ട് വീഡിയോ ഒന്നും ഒരു ഗുമ്മില്ലാതെ ഞാൻ പിന്നെ നിർത്തിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ എന്തായാലും തുടങ്ങി, എന്നാൽ പിന്നെ അങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം എടുക്കുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക. പിന്നെ നമ്മളെ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയുന്നില്ലല്ലോ, എവിടെ വ്ളോഗ് എവിടെയെന്നൊക്കെ ചോദിക്കുന്നവർക്കായിട്ടൊരു വ്ളോഗ്, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഗൈസ്, ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പ് അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് തുറന്നു. പെരുന്നാൾ കച്ചവടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പാണ് ഞങ്ങളൊന്ന് ഫ്രീ ആയത്. ശരിക്കും ഞങ്ങൾ ഫിസിക്കലി ആയാലും ഇപ്പാണൊന്ന് റെഡി ആയത്. കാരണം അറിയാലോ, പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഉറക്കമില്ല, ഊണുമില്ല, ഉറക്കവും ഇല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. അതിൻ്റെ ഇടയിൽ നോമ്പും എല്ലാം പാടായിട്ട് ആകെ ഒരു ക്ഷീണമായിരുന്നു. ഇപ്പം എല്ലാം ഒന്ന് സെറ്റായി, നമ്മളായാലും ഷോപ്പുമായിട്ടൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു കഥയിൽ ഇങ്ങനെ പോണ്. ഞാൻ വിചാരിച്ച് ഇതൊക്കെ എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ അറിയിക്കാം എന്നുള്ള രീതിയിലാണ്. പിന്നെ കുറച്ച് പുതിയ കളക്ഷൻസ് നിങ്ങളെ കാണിക്കാത്ത ഉണ്ടായിരുന്നു, അതൊക്കെ കാണിക്കണം എന്നുണ്ട്. പക്ഷേ കുറേയൊക്കെ തീർന്നു പോയി കേട്ടോ. കാരണം ലാസ്റ്റിലേക്ക് നമ്മൾ ഇറക്കിയ സാധനങ്ങളൊക്കെ പെരുന്നാളടുപ്പിച്ച് ഏകദേശം എല്ലാം കാലിയായി. ഒരു പീസ് വരെ നിങ്ങൾക്ക് കാണിക്കാൻ ഇല്ലാണ്ടായിപ്പോയി. അൽഹംദുലില്ലാ അത് നല്ല കാര്യമാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് കൂടെ കാണിച്ചു തന്നാലേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുക. സോ കുറേയൊക്കെ ഞാൻ കാണിച്ചു തന്നിരിക്കണം. പിന്നെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. പെരുന്നാളൊക്കെ ആകെ അടിയിലായിട്ടോ. കാരണം പെരുന്നാളിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പെരുന്നാളിനും എല്ലായിടത്തും പോവുക, എടുക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ പരിപാടിയായിരുന്നു. പക്ഷെ ഇപ്പം പെരുന്നാളിന് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ആ ഒരു സാധനമായിരുന്നു. പിന്നെ സെയ്യുവിനെ ചോദിക്കുന്നവർക്കായിട്ട് സെയ്യു ഉള്ളത് ഇപ്പം ഉമ്മച്ചിൻ്റെ അടുത്താണ്. ഞാൻ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് വരും, ഷോപ്പിലേക്ക് വരും. അപ്പം ഉമ്മച്ചിൻ്റെ അടുത്ത് ഓനാക്കിയിട്ട് വരും. പിന്നെ ആ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇവിടുന്ന് പോകും. നേരെ ഉമ്മച്ചിൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് പോകും. അവിടുന്ന് പിന്നെ ജെലിക്ക രാത്രി ഷോപ്പ് പൂട്ടിയിട്ട് വരുമ്പോൾ ഞങ്ങളെ കൂട്ടിയിട്ട് നേരെ ജെലിക്കാൻ്റെ വീട്ടിലോട്ട് പോകും. അങ്ങനെയുള്ളൊരു റൊട്ടീനാണ് ഇപ്പം ഉള്ളത്. ഇടയ്ക്ക് ഇത് ചേഞ്ച് ആവും, ഇടയ്ക്ക് ഇതിങ്ങനെ തന്നെ പോകും അങ്ങനെ. അപ്പം നമ്മളെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് നമ്മളോടൊന്ന് സെറ്റായി വന്നത്. ഇതുവരെ നമ്മളെന്തൊക്കെയോ ഒരു കളിയൊക്കെ ആയിരുന്നു ഗൈസ്. കാരണം നമ്മൾ ഒന്നാമത് എൻ്റെ ജെലിക്കാനെ സംബന്ധിച്ചത് ഈ ഒരു ഫീൽഡിലുള്ള ആളായതുകൊണ്ട് കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് എനിക്കിത് ഇഷ്ടമാണ്. പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എന്നെ കുറേ കാര്യങ്ങളോട് ഞാൻ പൊരുത്തപ്പെടാനും ഇത് എടുക്കാനൊക്കെ സമയമെടുത്ത്. പിന്നെ ഇപ്പം ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഷോപ്പ് നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ഒന്ന് ഒതുങ്ങി, നമ്മളെങ്ങനെയാണോ മൈൻഡിൽ കണ്ടേ അതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അവർക്ക് ഒന്ന് കാണിച്ചു തരാം. അല്ല, ഇതാണ് നമ്മളെ കൗണ്ടർ കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതാണ് കൗണ്ടർ. സോ ഇതാണ് നമ്മളെ സിസ്റ്റം ആൻഡ് പ്രിൻ്റർ. അയ്യോ ഒന്ന് ഫോക്കസ് ഇല്ലാത്തത്. ഇതാണ് നമ്മളെ പ്രിൻ്റർ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളെ ഷോപ്പിൻ്റെ ഫോണ്, ഇതിലേക്കായിരിക്കും നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് ഗൈസ്. പിന്നെ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ മെയിൻ പിന്നെ ചുരിദാർ സെക്ഷൻ വരുന്നത്. ഇതെന്തൊക്കെയാണ് ഏതൊക്കെയൊക്കെ അങ്ങ് പറഞ്ഞിരുന്നായിരിക്കും. അത് ജെലിക്കൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. കാരണം ജെലിക്ക ഫോൺ പിടിച്ചെന്നാലാണ് എനിക്ക് അവിടെ പോയി നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. സോ ജെലിക്ക അവിടെ ഉണ്ട് ഗൈസ്. എന്തായാലും ഇത് കാണിച്ചു തരാം. ഇതുണ്ട് ഗൈസ്, ഇതാണ് നമ്മളെ ഷാളിൻ്റെ സെക്ഷൻ. ഞാൻ ലൈറ്റ് ഫുള്ള് ഇട്ടിട്ടില്ല, അതൊന്നും ഇടട്ടെ, എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. ലൈറ്റ് മൊത്തം ഇട്ടു.
പകലിവിടെ വലിയ ലൈറ്റിൻ്റെ ആവശ്യമില്ല, കാരണം പുറത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചമുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഷാളിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ മൊജ ബ്രാൻഡ് മാത്രമാണ് ഈ ഒരു സെക്ഷനിൽ കയറ്റിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഹിജാബ്സ് മാത്രമായിട്ട് കേട്ടോ. പിന്നെ ഇതിൽ സാറ്റിൻ മോഡൽ ആ ഒരു സാധനമാണ് വരുന്നത്. പിന്നെ ഇതേതാ മെറ്റീരിയൽ എനിക്കറിയില്ല, ഇത് കണ്ടാൽ മനസ്സിലാവും ആ ഒരു മെറ്റീരിയൽ. അത് ഇതാ ഇവിടെയും കുറച്ചുണ്ട് കേട്ടോ. പിന്നെ ഇതും അതേപോലെ ഏതാ മെറ്റീരിയൽ എനിക്ക് വലിയൊരു പിടുത്തമില്ല, ഒരു ഗ്ലൈസിങ് ഉള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ഇത് ഡബിൾ ഷെയ്ഡ് വരുന്ന കുറച്ച് ഷോൾസ് ഇവിടെ, ആൻഡ് ഇവിടെ പ്രിൻറ്റഡ് ഷോൾസ്. പിന്നെ ജെയ്സി ഹിജാബ് താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചാൽ ഇതാണ് ജെയ്സി ഹിജാബ്. ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, എന്നാൽ കാണുന്നവർക്കും പെട്ടെന്ന് തന്നെ നോക്കിച്ചെടുക്കാൻ പാകത്തിന് അങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് അത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആക്കിയത്. ഇതിൻ്റെ മുന്നേ ഒക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇവിടെ വലിച്ച് വാരി ഇട്ടൊക്കെയായിരുന്നു, എനിക്കൊന്നും സെറ്റ് ചെയ്യാനും എടുക്കാനും പറ്റിയില്ല. പിന്നെ ഈ ഒരു സെക്ഷൻ ഞാൻ ചെല്ലിക്ക വന്നിട്ട് കാര്യമായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ പറഞ്ഞാൽ ക്രോപ്പ് ടോപ്പ് കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ബനിയൻ സാധനങ്ങൾ. ഇപ്പം എൻ്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ആയി, കാരണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സംഭവം ഞാൻ ഈ വ്ളോഗിൻ്റെ കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ കസ്റ്റമറൊക്കെ വന്നതുണ്ടോ, നിങ്ങൾ നേരത്തെ കണ്ട സ്ഥലമല്ല, അപ്പോൾ ഒക്കെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു റാക്ക് ഞാൻ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല, ഇത് പറഞ്ഞു കൊടുക്കാനാണ് കൂട്ടുവാച്ചേ. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി കോട്ടൺ സാധനങ്ങളാണ് വരുന്നത്. ഈ ഒരു സെക്ഷൻ മൊത്തമായിട്ട് കോട്ടൺ ആണ് വരുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടും കോട്ടൺസ് ആണ്. പിന്നെ 5XL 4XL ഒക്കെ നമ്മളതിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് മെറ്റീരിയൽസ് ആണ് വരുന്നത്. പ്രീമിയം മെറ്റീരിയൽ മുതൽ ലോ ക്വാളിറ്റി മെറ്റീരിയലൊക്കെ ഉണ്ട്. ലോ ക്വാളിറ്റി അല്ലാതെ കുറഞ്ഞ മെറ്റീരിയൽ വരെ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തന്ന പാർട്ടി വെയറിൻ്റെ ലോകമാണ് ഗൈസ്. ഇവിടുന്ന് ഇതെല്ലാം വരുന്ന പാർട്ടി വെയർ, ഷെറാറ സെറ്റ്, അങ്ങനെ മോഡൽ ഫുള്ള് പാർട്ടി വെയർ സെറ്റുകളാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇത് ഞാൻ കാണിച്ചെന്ന പോലെ തന്നെ ഷാളിൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് ഉള്ളത് കേട്ടോ. പിന്നെ ജെയ്സി ഹിജാബ് ആണെന്നുണ്ടെങ്കിൽ അതുണ്ട്, ഞാൻ ഇട്ടിക്കണ ഇതാണ് ജെയ്സി ഹിജാബ്. സോ നല്ല കംഫർട്ടാണ് ഇടാനായിട്ട്. UAE ബ്രാൻഡാണിത്. പിന്നെ വരുന്നത് ഇത് വരുന്നത് തന്നെ ഗൗൺ സെക്ഷൻ ആണ് കേട്ടോ. ഫുള്ളി ഗൗൺ സെക്ഷൻ ആണ് വരുന്നത്. വിഷുവിനുള്ളത് ന്യൂ സ്റ്റോക്ക് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എന്തായാലും അവൈലബിൾ ആയിരിക്കും. ഞാൻ 1-2 ഫ്രോക്ക് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഇനി ഈ ഒറ്റ സ്റ്റോക്ക് മാത്രമാണ് ബാക്കിയുള്ളത്, ബാക്കിയെല്ലാം കഴിഞ്ഞില്ല. പിന്നെ വരുന്നത് ഇവിടെ വന്നാല് ഷർട്ട് വരുന്നുണ്ട് കോട്ടറയില്. അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയലിന്റെ ഞാട്ട പേരാണ് ചാക്ക് മെറ്റീരിയൽ. ചാക്ക് പോലത്തെ മെറ്റീരിയൽ ആണ്, പക്ഷെ നല്ല നല്ല രസമാണ് കാണാനായിട്ട്. ഇതിന്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര ലെങ്ത് വരുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കണ്ടോ, അങ്ങനത്തെയൊക്കെ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ സാധനം എന്ന് പറഞ്ഞാല് ഷോർട്ട് കുർത്തിയിൽ വരുന്നതാണ്. ഷോർട്ട് കുർത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് അതും കൂടെ കാണിച്ചിടാം. കണ്ടോ, ഇതിൻ്റെ കളേഴ്സ് വേറെ അവൈലബിൾ ആണ്. പിന്നെ ഷർട്ട് മോഡൽ സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ടോ, ഷർട്ട് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രിന്റഡ് ഷർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇത്ര പോകുന്ന ഇത് ഷർട്ടല്ല, ടോപ്പാണ്, പക്ഷെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു ഭാഗം തന്നെ കുറച്ചൊരു നീലത്തും അതേപോലെ തന്നെ കോട്ട് സെറ്റുകളും. കോട്ട് സെറ്റിൻ്റെ ഒന്നും വീഡിയോ ഇതുവരെ ഞാൻ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒന്നാമത് സമയം ഇല്ലാത്തതുകൊണ്ടാണ്. ഇതൊരു കോട്ട് സെറ്റാണ്, ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതാ ഈ ഒരു കോട്ട് സെറ്റിൻ്റെ വേറെ ഉണ്ട്. ഇൻഷാല്ല കോട്ട് സെറ്റിൻ്റെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതും കോട്ട് സെറ്റാണ്, ഉള്ളിൽ വിത്ത് പാൻറ് എടുക്കാണ് വരിക കേട്ടോ. പിന്നെ വേറെ ഒരു കോട്ട് സെറ്റും കൂടെ കാണിച്ചിടാം. ഇതൊരു കൊറിയൻ സ്റ്റൈലില് കോട്ട് സെറ്റാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വിത്ത് പാൻറ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നല്ല നീലത്തിന്റെ ആ ഒരു ലെങ്ത് വരുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് വാജേ പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി ബാഗി ജീൻസും സാധനങ്ങളൊക്കെ ആണ് കേട്ടോ. നല്ല
ബാഗി ജീനുകളുണ്ട്, നല്ല ബാഗി ജീൻ ഉണ്ട്. ഇന്നതൊരു നോർമലായിട്ടുള്ള ചാർക്കോൾ ബാഗി ജീൻസ് വരുന്നുണ്ട്. പിന്നെ കൊറിയൻ ഫിറ്റ് പാൻസ് വരുന്നുണ്ട്. കൊറിയനിൽ തന്നെ പലാസോ വരുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കളക്ഷൻസ്. പിന്നെ ഇതാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തത്. എന്തായാലും ഷോർട്സ് ആയിട്ട് വരും, എന്നാലും നിങ്ങളൊന്ന് കണ്ടോളി. കണ്ടോ, ഇങ്ങനെ സെറ്റ് ആയി കോംബോ ആയിട്ടാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അതല്ല കോംബോ അല്ലാണ്ട് നോർമലായിട്ട് ഇടണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇത്രയൊക്കെയാണ് കാണിച്ചു തരാനുള്ളത്. ഞാൻ ജസ്റ്റ് ഇന്നൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ആണുള്ളത്. നമ്മുടെ ഷോപ്പിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും. ഷോപ്പൊന്നും മര്യാദക്കൊരു വീഡിയോ എടുക്കാനേ പറ്റിയിട്ടില്ല. പിന്നെ വീഡിയോ എടുത്തു വെച്ചതാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു സാഹചര്യ സന്ദർഭങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുറച്ച് ഷോപ്പിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തന്നത്. ഇനി എന്തായാലും നമ്മൾ എന്നും വീഡിയോസ് വരുന്നതായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ എന്തായാലും വീഡിയോസ് എല്ലാ ദിവസവും ഉണ്ടാവും. ജെല്ലിക്ക് പിന്നെ ഒന്നും ഉണ്ടൂല, എല്ലാത്തിനും ഇങ്ങനെ ആട്ടോ. പക്ഷെ ഇപ്പൊ ക്യാമറേന്റെ വെഹിക്കിലായതുകൊണ്ട് ആരും കാണൂല. സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.